ദേശീയപാത 66 ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ല് ഓവർബ്രിഡ്ജിന് സമീപം അപകടകരമായ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. ഏങ്ങണ്ടിയൂർ ദേശീയപാത 66 അഞ്ചാങ്കല്ല് ഓവർബ്രിഡ്ജിന് സമീപമാണ് വിള്ളലുകൾ കണ്ടെത്തിയത്. ചേറ്റുവ ഭാഗത്തുനിന്നും വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലാണ് വലിയ രീതിയിലുള്ള വിള്ളലുകൾ. ടാറൊഴിച്ച് അടച്ചിട്ടും സമീപത്ത് നീളത്തിൽ പുതിയ വിള്ളലുകൾ രൂപപ്പെട്ടതായും കാണാം. മഴ ശക്തമാകുമ്പോൾ മഴവെള്ളം ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ള വിടവുകളിലൂടെ മഴവെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങി റോഡ് ഇടിയാനും താഴെ സർവീസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്ക് കാൽനടയാത്രക്കാർക്കും വലിയ അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. മഴവെള്ളം ഒലിച്ചിറങ്ങി റോഡും ഏകദേശം 20 അടിയോളം ഉയരമുള്ള കോൺക്രീറ്റ് ഭാഗങ്ങളും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വിള്ളലുകൾക്കിടയിൽ ഏകദേശം 25 മീറ്ററോളം ടാർ ഒഴിച്ചടച്ച രീതിയിലാണ് നിലവിൽ കാണുന്നത്. സമീപ ഭാഗങ്ങളിൽ ഏറെ നീളത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായും കാണാം. ഈ ഭാഗം കുറച്ചു താഴ്ന്ന നിലയിലുമാണ്. ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടാവുമ്പോൾ വിള്ളലുകൾക്കിടയിൽ ടാർ ഒഴിച്ചു പോവുകയാണ് ദേശീയപാത കരാർ കമ്പനി ചെയ്യുന്നത് എന്ന ആരോപണവുമുണ്ട്. വിള്ളലുകളിൽ ടാർ ഒഴിച്ച് വിള്ളലുകൾ അടച്ച് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്ന കരാർ കമ്പനിക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നതിനു മുന്നേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും സാമൂഹ്യ പ്രവർത്തകനായ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ഈ ദേശീയപാത 66 ഏങ്ങണ്ടിയൂരിൽ അഞ്ചാങ്കല്ലിൻ്റെ ഏത്തായിരം ഇടയിൽ ദേശീയപാതയിൽ വിള്ളലുകളാണ് കാണുന്നത്. ഈ മഴവെള്ളം ഈ റൂട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 അടി ഹൈറ്റിലാണ് ഈ പ്രദേശമുള്ളത്. ഈ ഭാഗത്ത് ഈ വെള്ളം ഇറങ്ങുമ്പോൾ ഈ റോഡ് തകരാനും സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. ദേശീയപാത കരാർ കമ്പനി ഇത് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. ഇവരിങ്ങനെ ഒരു വിള്ളൽ കണ്ടപ്പോൾ ഇതിൻ്റെ സമീപത്തുള്ള വലിയ വിള്ളലുകളിൽ ടാറിട്ട് അടച്ചതായി കാണുന്നുണ്ട്. അതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം.